2 ബുധനാഴ്ച ദിവസം. അപ്പം ഇന്നലെ മാർക്കറ്റ് നമുക്കറിയാം, മാർക്കറ്റ് ഇന്നലെ നിഫ്റ്റിയിൽ ഒരു ഹെവി ഫോൾ ഉണ്ടായി. ഏകദേശം 350 പോയിന്റിന് മുകളിൽ നിഫ്റ്റി ഇന്നലെ ഫോൾ ചെയ്തു. ബാങ്ക് നിഫ്റ്റി 750 പോയിന്റ് എടുത്തും ബാങ്ക് നിഫ്റ്റിയും ഫോൾ ചെയ്തു. അപ്പം നമുക്കിപ്പം ബാങ്ക് നിഫ്റ്റിയുടെ ഡെയിലി ടൈം ഫ്രെയിമിലെ ചാർട്ടിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ അതായത് ലോവർ ഹൈ പാറ്റേൺ, അതായത് ഹയർ ലെവലിൽ നിന്ന്, അതായത് ഈ ഒരു ലെവൽ, അതായത് ഈ 50,650 പറഞ്ഞ ഈ ഒരു റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ഔട്ട് ചെയ്ത് ബാങ്ക് നിഫ്റ്റിക്ക് ഈ ലെവൽ എത്തിയപ്പോഴത്തേനും 52,000 ലെവലിൽ നിന്നും സ്ട്രോങ് ആയിട്ടുള്ള ഒരു സെല്ലിംഗ് പ്രഷർ ബാങ്ക് നിഫ്റ്റിയിലും വരുന്നുണ്ട്. അപ്പം ഇതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഇവിടെ ഒരു ലോവർ ഹൈ പാറ്റേൺ, അതായത് ഒരിക്കലും ഈ ഒരു പാറ്റേൺ ബ്രേക്ക് ഔട്ട് ചെയ്ത് ഇപ്പം ബാങ്ക് നിഫ്റ്റിക്ക് ആസ് ഓഫ് നോ പോകാൻ സാധിക്കുന്നില്ല. അപ്പം ഒരു ലോവർ ഹൈ പാറ്റേണിലാണ് ഡെയിലി ടൈം ഫ്രെയിമിലും നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പം ഇന്നലെ ആണെങ്കിൽ ഒരു ഡെയിലി ടൈം ഫ്രെയിമിൽ ലോങ് അപ്പർ വീക്കുള്ള ഒരു ക്യാൻഡൽ, അതായത് ഇവിടുന്ന് ഈ എൻറ്റയർ റീജിയനിൽ നിന്ന് കനത്ത തോതിലുള്ള സെല്ലിങ് വന്നതായിട്ടാണ് നമുക്ക് ഈ ഡെയിലി ടൈം ഫ്രെയിം ക്യാൻഡിൽ നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പം ഇനിയിപ്പം അടുത്ത ക്രിട്ടിക്കൽ സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 50,650 എന്ന് പറഞ്ഞ ലെവലാണ്. അതായത് നിഫ്റ്റിക്കും ബാങ്ക് നിഫ്റ്റിയുടെ ഈ ഒരു ലെവൽ എന്ന് പറയുന്നത് വളരെ ക്രിട്ടിക്കലാണ്. അതായത് ഇതൊരു നമുക്ക് നമ്മുടെ പ്രൈസ് ആക്ഷൻ അനാലിസിസിൽ എപ്പോഴും നമുക്കൊരു റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്ട്രോങ് സപ്പോർട്ടായിട്ട് മാറുമെന്നാണ് നമ്മളെപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് അങ്ങനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റെസിസ്റ്റൻസ് ഇവിടെ ഒരു സ്ട്രോങ് സപ്പോർട്ടായിട്ട് മാറുന്ന ലെവലിലോട്ട് ബാങ്ക് നിഫ്റ്റി കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനിയിപ്പം കുറച്ച് പോയിന്റൂടെ മാത്രമേ ഉള്ളൂ ഈ ലെവലിൽ എത്താനായിട്ട്. അപ്പം അൺലെസ് ആൻഡ് അണ്ടിൽ ബാങ്ക് നിഫ്റ്റിക്ക് ഈ ഒരു 50,637 അല്ലെങ്കിൽ 50,600 എന്ന് പറഞ്ഞ ലെവൽ ഹോൾഡ് ചെയ്യാൻ ഡെയിലി ടൈം ഫ്രെയിമിൽ സാധിക്കുന്നില്ലെങ്കിൽ വീണ്ടും ഫർദർ ഒരു സ്ട്രോങ് സെൽ ഓഫ് ഈ ലെവലിന് താഴോട്ട് വരാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഇന്ന് വാച്ച് ചെയ്യേണ്ട ലെവൽ പറഞ്ഞാൽ 50,637 അല്ലെങ്കിൽ 50,600 എന്ന് പറഞ്ഞ ഈ ഒരു ലെവല് ബാങ്ക് നിഫ്റ്റിയുടെ ലെവല്. ഇപ്പൊ നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പോലും ബാങ്ക് നിഫ്റ്റിയുടെ ഈ ലെവലും കൂടെ നിങ്ങൾ വാച്ച് ചെയ്യണം. നമ്മൾ നിഫ്റ്റിയിൽ നോക്കിയാലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ മാർക്കറ്റ് ഇന്നലെ നിഫ്റ്റി ഒരു ഗ്യാപ് ഡൗൺ ആയിട്ട് ഓപ്പൺ ചെയ്തു, ഹ്യൂജ് ഗ്യാപ് ഡൗൺ ആയിട്ട് ഓപ്പൺ ചെയ്തു. ഒരു നല്ല റിക്കവറി നടന്നെങ്കിലും ഈ ഒരു ലെവലിൽ നിന്ന് സ്ട്രോങ് ആയിട്ടുള്ള സെല്ലിങ് നടന്നു. അതായത് നിഫ്റ്റിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്ട്രോങ് സപ്പോർട്ട്, അതായത് 1, 2, 3, 4, 5 ദിവസം ഹോൾഡ് ചെയ്ത സപ്പോർട്ട് ബ്രേക്ക് ഡൗൺ ചെയ്ത് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഡെയിലി ടൈം ഫ്രെയിമിൽ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം അതാണ്. അതായത് 5 ദിവസത്തെ ഡെയിലി ടൈം ഫ്രെയിം ക്യാൻഡലിന്റെ താഴെ ഗ്യാപ് ഡൗൺ ആയിട്ട് ഓപ്പൺ ചെയ്തു, അതിന് താഴെ തന്നെ ക്ലോസ് ചെയ്തു. അപ്പം ഹെവി സെല്ലിംഗ് പ്രഷർ നിഫ്റ്റിക്കും ഈ ലെവലിൽ നിന്ന് ഉണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകാൻ പറ്റുന്ന ഒരു കാര്യം. ഇനി ഇത് കൂടാതെ നമുക്കിപ്പോൾ ഇതിന് നിഫ്റ്റിയുടെ 5 മിനിറ്റിൽ ചാർട്ടോട്ട് പോയി കഴിയുമ്പോഴത്തേനും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, നിഫ്റ്റി ഇന്നലെ, അതായത് ഇന്നലെ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് നടന്നു. അതിന് ശേഷം വീണ്ടും ആ ഗ്യാപ്പിന്റെ ലോവർ ലെവല് സപ്പോർട്ട് ലെവലുകൾ ബ്രേക്ക് ഡൗൺ ചെയ്തു നിഫ്റ്റി താഴോട്ട് പോയി. ഇനി നമുക്ക് 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നമുക്ക് നിഫ്റ്റിയുടെ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റിക്ക് ഒരു സ്ട്രോങ് സപ്പോർട്ട് ഉള്ളത് ഈ ലെവലാണ്. അപ്പം ആ ലെവലിലാണ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഈ ഒരു ലെവല് ഭയങ്കര ക്രിട്ടിക്കലാണ്. അപ്പം ഇന്ന് മാർക്കറ്റ് ഈ ഒരു ലെവൽ, അതായത് ഇന്നലെ ഒരു ഏകദേശം ഒരു 1 മണി തൊട്ട് നിഫ്റ്റി ഒരു നാരോ റേഞ്ചിലാണ് ഇന്നലെ നിഫ്റ്റി മുഴുവനും പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, അതായത് നമുക്ക് ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. അതായത് എൻഡ് ഓഫ് ദി ഡേ ക്ലോസിംഗിൽ ഈ ക്രിയേറ്റ് ചെയ്യുന്ന നാരോ റേഞ്ചുകൾ ഭയങ്കര ക്രിട്ടിക്കലാണ്. അപ്പം സപ്പോസ് ഇപ്പൊ ഇന്ന് അത് തന്നെയല്ല, ഇന്നലത്തെ ക്ലോസിംഗ് എന്ന് പറയുന്നത് ഏകദേശം നിയർലി ഡേ ലോയ്ക്ക് അടുത്ത് തന്നെയാണ്. അപ്പം ഇങ്ങനത്തെ ക്ലോസിംഗ് വരുന്ന ദിവസങ്ങൾ, അതായത് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡേ ലോ തന്നെയാണ് ഡേ ക്ലോസിംഗ് എങ്കിൽ, അല്ലെങ്കിൽ അതായത് ഈ ഡേ ലോയും ഡേയുടെ ക്ലോസിംഗും തമ്മിൽ നാരോ ഗ്യാപ്പ് ആണെങ്കിൽ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഈ മോർണിംഗിൽ തന്നെ ചിലപ്പം ഇതിപ്പോൾ ഇത്രയും നെഗറ്റീവായിട്ട് ഇന്നലെ ക്ലോസ് ചെയ്തു, ഇന്നലെ ഭയങ്കര ബീറിഷ് ക്ലോസിംഗ് ആണ്. അപ്പം എപ്പോഴും മോർണിംഗിൽ, അതായത് ഇന്നലത്തെ ഈ ഫോൾഡ് കണ്ടിന്യൂ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിൽ, അല്ലെങ്കിൽ ഇന്നലെ ഓവർനൈറ്റ് പൊസിഷൻസ് ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതായത് ഇന്നലത്തെ ഫോൾഡ് കണ്ടിന്യൂ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിൽ ഇന്നലെ ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതുകൂടാതെ
ഇൻ കേസ് ഇന്ന് താഴെ ഈ ഒരു ഇന്നലത്തെ ലെവൽ ഈ ലോയ്ക്ക് താഴെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ വീണ്ടും സെല്ലിങ് ചെയ്യാനായിട്ട് ആൾക്കാർ ഈ മോർണിംഗിൽ മാർക്കറ്റ് ഓപ്പണിങ്ങിൽ വരും. അപ്പം രണ്ട് തരം ആൾക്കാരുള്ളത്. അതായത് ഇന്നലെ പൊസിഷൻസ് ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇന്ന് വീണ്ടും ഫോൾ വരുമെന്നുള്ള പ്രതീക്ഷയിൽ, പ്ലസ് ഇന്ന് രാവിലെ ഈ ഒരു ലെവലിന് താഴെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ വീണ്ടും ഫർദർ സെല്ലിങ് വരുമെന്നുള്ള പ്രതീക്ഷയിൽ എൻട്രി എടുക്കുന്ന ആൾക്കാരുമുണ്ട്. അപ്പം ഇങ്ങനെ ഈ ഒരു ലെവലിന് താഴെ ഇന്ന് ഓപ്പൺ ചെയ്തിട്ട് മാർക്കറ്റ് ഇതിനെ മുകളിലോട്ട് കയറിയിട്ട് ഈ ഒരു ലെവലിൽ സപ്പോർട്ട് എടുത്തിട്ട് ഈ ഒരു റേഞ്ചിന്റെ മുകളിലോട്ട് ബ്രേക്ക് ഔട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സെല്ലേഴ്സിനെ കംപ്ലീറ്റ് ട്രാപ്പ് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് ഇന്ന് മോർണിംഗിൽ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻ കേസ് ഈ ഒരു ഇന്നലത്തെ ലോയ്ക്ക് താഴെ ഒരു റെഡ് ക്യാൻഡിൽ, അതായത് ഫസ്റ്റ് 5 മിനിറ്റ് ക്യാൻഡിൽ എന്ന് പറയുന്ന ഒരു റെഡ് ക്യാൻഡിൽ ഫോം ചെയ്തിട്ട്, അതായത് സെല്ലേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യുന്നു, അതിനുശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് റിക്കവർ ചെയ്തിട്ട് ആ ഒരു റെഡ് ക്യാൻഡലിന്റെ ഹൈ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സെല്ല് ചെയ്തിരിക്കുന്ന ആൾക്കാരെ എല്ലാം ട്രാപ്പിലാക്കിക്കൊണ്ട് മുകളിലോട്ട് പോകും. അങ്ങനെ ഒരു സെറ്റപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഇമ്മീഡിയറ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ലെവൽ ആയിരിക്കണം. അതായത് ഇന്നലത്തെ ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ഡൗൺ ചെയ്ത് റീടെസ്റ്റ് നടന്ന ലെവലുണ്ട്, ഈ ലെവൽ. അപ്പം നമുക്ക് ഇൻ കേസ് നിങ്ങൾക്ക് ഇന്നലത്തെ ഈ മോർണിംഗിൽ ഈ ഒരു ലെവലിൽ നിങ്ങൾക്ക് ഒരു കോൾ ഓപ്ഷന്റെ ഒരു ഓപ്പർച്യൂണിറ്റി, ബൈ ചെയ്യാൻ ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഇമ്മീഡിയറ്റ് ടാർഗറ്റ് ഈ ആദ്യത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ലെവലായിരിക്കും. അതായത് 2 തവണ ഈ ഒരു ലെവലിൽ നിന്ന് റിജക്ഷൻ വന്നിട്ടുണ്ട്, ഇതൊരു ടാർഗറ്റ്. അതിനുശേഷം ഈ ലെവലും കൊണ്ട് ബ്രേക്ക് ഔട്ട് ചെയ്യുകയാണെങ്കിൽ അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത് ഇതായിരിക്കും. അപ്പം ഫസ്റ്റ് നമുക്കിപ്പോൾ 2 ടാർഗറ്റ് കിട്ടി. നമുക്കിപ്പം ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ സസ്റ്റെയിൻ ചെയ്യുവാണെങ്കിൽ, ഇൻ കേസ് ഞാൻ പറഞ്ഞ പോലെ ഡേ ലോയ്ക്ക് താഴെ ഓപ്പൺ ചെയ്ത് റെഡ് ക്യാൻഡലോടുകൂടി ഓപ്പൺ ചെയ്തിട്ട് അതിന്റെ ഹൈയെ ബ്രേക്ക് ഔട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ മുകളിലോട്ട് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതാണ് നമുക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റി. ഇൻ കേസ് ഈ ലോ ബ്രേക്ക് ചെയ്യാതെ ഇതിന് മുകളിൽ ഓപ്പൺ ചെയ്ത് സസ്റ്റെയിൻ ചെയ്തിട്ട് ഈ ഒരു റേഞ്ചിന്റെ ഹൈലോട്ട് കട്ട് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പം ഇതാണ് 2 സിനാരിയോസ് ഓപ്പണിങ്ങിൽ. ഇൻ കേസ് മാർക്കറ്റ് ഇതിന് താഴെ തന്നെ ഓപ്പൺ ചെയ്ത് റീടെസ്റ്റ് നടത്തിയിട്ട് വീണ്ടും താഴോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിഫ്റ്റിയിലെ ഈ ഒരു ലെവലാണ്. ഈ ലെവലാണ് അടുത്ത സപ്പോർട്ടായിട്ടുള്ളൂ നമുക്ക് നിഫ്റ്റിയിൽ. അതുകൊണ്ട് അതിൻ്റെ ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽ നോക്കിക്കഴിഞ്ഞാൽ വേറൊരു കാര്യങ്ങളുണ്ട്. ബാങ്ക് നിഫ്റ്റിയിലും ഇന്നലെ ക്ലോസിങ്ങിൽ ഏകദേശം ഒരു 11 മണി തൊട്ട് ഏകദേശം ഒരു നാരോ റേഞ്ചിലാണ്, അതായത് ഒരു റേഞ്ച് ബാങ്ക് നിഫ്റ്റിയും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്നിപ്പം ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഈ ഒരു റേഞ്ചിന്റെ ലോ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ക്രിട്ടിക്കലാണ്. അപ്പം അത് തന്നെയല്ല നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതായത് ബാങ്ക് നിഫ്റ്റി ഏകദേശം ഈ ഒരു ഗ്യാപ്പ് ഇവിടെ ഫില്ല് ചെയ്യാനുണ്ട്. അപ്പൊ ഇന്ന് മിക്കവാറും ബാങ്ക് നിഫ്റ്റിയിൽ മോർണിംഗിൽ ഒരു നെഗറ്റീവ് ഓപ്പണിംഗ് ആണെങ്കിൽ ഈ ഒരു ഗ്യാപ്പ് ഫില്ലിങ് നടക്കാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് ഈ ലെവൽ നിങ്ങൾ വാച്ച് ചെയ്തോണം. ഈ ലെവൽ ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. 50,640 എന്നുള്ള ലെവൽ ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പൊ ഇൻ കേസ് ബാങ്ക് നിഫ്റ്റി ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്തതിനു ശേഷം വീണ്ടും താഴോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഫർദർ ബിയറിഷ്നെസ് ഉണ്ടാകാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പം അതായത് ഈ ഒരു ഗ്യാപ്പിന്റെ സപ്പോർട്ട് ഹോൾഡ് ചെയ്യാൻ ബാങ്ക് നിഫ്റ്റിക്ക് പറ്റുന്നില്ലെങ്കിൽ നമുക്ക് അടുത്ത ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റീടെസ്റ്റിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പോക്കറ്റ് സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് വേണമെങ്കിൽ എൻട്രി എടുക്കാൻ പറ്റും, ഈ ഒരു ഗ്യാപ്പിന്റെ സപ്പോർട്ട് ഇവിടെ ഹോൾഡ് ചെയ്യുന്നില്ല എങ്കിൽ. പിന്നെ അടുത്ത സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയിൽ, അപ്പൊ നിങ്ങൾക്ക് ഇൻ കേസ് നിങ്ങൾക്ക് ഇവിടെ ഇതിന് താഴെ ഒരു പി നിങ്ങൾ മേടിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ഇമ്മീഡിയറ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ലെവലായിരിക്കും. അപ്പം ഇതാണ് ഇന്നത്തെ നമുക്ക് മാർക്കറ്റിൽ ഓപ്പണിങ്ങിൽ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള ട്രേഡുകൾ. ഇനിയിപ്പം അതല്ലാതെ ഇന്നിപ്പം ഹ്യൂജ് വല്ല ഗ്യാപ്പ് അപ്പ് വല്ലതും ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന ഞാനിപ്പോ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് ഒരു ലോവർ ഹൈ പാറ്റേൺ ബാങ്ക് നിഫ്റ്റി ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഈ ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട്, ഈ ഒരു ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് മേളിലോട്ട് ബ്രേക്ക് ഔട്ട് ചെയ്യാതെ ഒരിക്കലും ഇനിയിപ്പോൾ നിഫ്റ്റിക്കോ ബാങ്ക് നിഫ്റ്റിക്കോ മുകളിലോട്ട് നിങ്ങൾ ഒരു എൻട്രി, അതായത് ഒരു കോൾ സൈഡിലോട്ട് ഒരു എൻട്രി ഇതിനിടയ്ക്ക് ഇവിടെ പ്ലാൻ ചെയ്യരുത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലെവലിൽ നിന്നും സ്ട്രോങ് ആയിട്ടുള്ള സെല്ലിങ്ങുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിരിക്കണം. ശരിക്കും പറഞ്ഞാൽ ഇത് നിങ്ങൾ ഇവിടെ ഒരു കോൾ മേടിച്ചു കഴിഞ്ഞാൽ പോലും നിങ്ങൾ
ഈ ലെവലുകൾ എത്തുമ്പോഴത്തേനും നിങ്ങളുടെ പ്രൊഫിറ്റുകൾ നിങ്ങൾ ബുക്ക് ചെയ്ത് മാറിയിരിക്കണം. സ്ട്രോങ് ആയിട്ടുള്ള സെല്ലിംഗ് ലെവലുകളാണ് മേളിൽ. അതുകൊണ്ട് കോൾ സൈഡിലോട്ട് വളരെ ശരിക്കും പറഞ്ഞാൽ നല്ല നിങ്ങൾ കെയർഫുൾ ആയിരിക്കണം. വലിയ പ്രോഫിറ്റ് മാർജിൻ എയിം ചെയ്യരുത്. കിട്ടുന്ന പ്രോഫിറ്റ് ഒരു ചെറിയ സ്റ്റോപ്പ് ലോസ് ഇട്ട് എൻട്രി എടുത്തിട്ട് നിങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറിയിരിക്കുക. നാളെ എക്സ്പയറി ഡേയും കൂടിയാണ്. അപ്പം അതുകൊണ്ട് ഇന്ന് മിക്കവാറും ചിലപ്പം ഒരു സൈഡ് വേസ് ആണ് പോസിബിലിറ്റിയും ഉണ്ട് ചിലപ്പോൾ. അപ്പം അതുകൊണ്ട് ഇന്ന് കെയർഫുൾ ആയിട്ട് ട്രേഡ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.